ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഹൽദിയും സംഗീത് നൈറ്റും അറ്റൻഡ് ചെയ്യുന്ന വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കല്യാണം വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അല്ലേ. അപ്പം ഞങ്ങളുടെ നൈബറിൻ്റെ മകളുടെ ഭാവന എന്നാണ് കൊച്ചിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെ അംബാലയിൽ തന്നെയുള്ള സിയ വാട്ടിക എന്നുള്ള മണ്ഡപത്തിലാണ് കല്യാണം. രാവിലെ അതായത് പകൽ നേരത്തായിരുന്നു കല്യാണം. അതാണ് ഈ കല്യാണത്തിന് പ്രത്യേകത. നമ്മൾ നേരത്തെ ഒരു നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രിയിലായിരുന്നില്ലേ. ഇത് പകൽ സമയത്തായിരുന്നേ. അപ്പോൾ രാവിലെ 10 മണിക്ക് ബാരാത്തിൻ്റെ റിസപ്ഷനും പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കല്യാണത്തിൻ്റെ ചടങ്ങുകളെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ ഹനി സ്കൂളിലൊക്കെ പോയി വരാൻ ലേറ്റായി. അങ്ങനെ ഞങ്ങൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കല്യാണ സ്ഥലത്തേക്ക് ചെന്നത്. ഇതാണ് കല്യാണ മണ്ഡപം. അപ്പം നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട മാതിരി തന്നെ നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് അവർ അത്രയും എക്സ്ട്രാ വാഗൻ്റ് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിലെത്തി. ഇവർ ഒക്കെ ഞങ്ങളുടെ നൈബേഴ്സും പരിചയക്കാരും ഒക്കെയാണ്. അതിലേ കൊടുത്തില്ലേ. ഇനി ഞങ്ങൾ ചാട്ടും സ്നാക്സും ഒക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ കണ്ട മാതിരി തന്നെ ഇവരുടെ കല്യാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഈ സ്നാക്സും ചാട്ടിൻ്റെയൊക്കെ കൗണ്ടറുണ്ട്. അപ്പോൾ ഹനി കല്യാണം കൂടെ വരുന്നത് തന്നെ ഈ ചാട്ടിനോടുള്ള സ്നേഹം കാരണമാണ്. ഇത് കണ്ടില്ല, ഞങ്ങളുടെ നൈബറാണ്, ഹനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൻറ്റിയാണ് റീന ആൻറ്റി. അപ്പോൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ വന്നത്. ആദ്യം തന്നെ ഞങ്ങൾ ജ്യൂസ് കൗണ്ടറിലേക്കാണ് ചെന്നത്. അവിടെ മിൽക്ക് ഷേക്കും ഓറഞ്ച് ജ്യൂസും ജീര വാട്ടറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബ്രൈഡ് വരനെ സ്വീകരിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇതാണ് കല്യാണ ചെക്കൻ. അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ബാക്കി സ്നാക്സിൻ്റെ കൗണ്ടറിലേക്കും കൂടി ചെന്നു. അത് നോക്ക്, സുന്ദർ കുഞ്ഞ്. അടുത്തത് ഞങ്ങൾ കഴിച്ചത് ചൗമിനാണേ. അടുത്തത് ചാട്ട് സെക്ഷൻ ആയിരുന്നേ. ആലു ടിക്കി ചാട്ട് ഉണ്ടായിരുന്നു, പാപ്രി ചാട്ട് ഉണ്ടായിരുന്നു. ഹനിക്കിഷ്ടം ആലു ടിക്കി ചാട്ടാണ്. അപ്പോൾ ഹനി അത് കഴിക്കുകയാണേ. പിന്നെ ദോശ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ ദോശ കൗണ്ടറിൽ അങ്ങനെ പോയില്ല. പാവജി ചെയ്യേ. ഹനി അതാണ് മധുരം ഉള്ളത്, അതെടുത്തോട്ടാ. लो फ्रेंच फ्राइज लो. ഇവിടെയാണെങ്കിൽ സ്പ്രിംഗ് റോളും ഗോബി മഞ്ചൂരിയനും മഷ്റൂം പക്കോടയൊക്കെയാണേ ഉള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പനീർ ടിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതേ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായ പോപ്കോണിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ചാട്ടും സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഞങ്ങളതേ അടുത്തത് ലാസ്റ്റ് സെക്ഷനായ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, തണ്ണിമത്തനുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പപ്പായ ഉണ്ട്. ഇത് ഹിമാലയൻ പിങ്ക് സാൾട്ടാണ്. ഇവരതിൻ്റെ ഫ്രൂട്ട്സിന് മുകളിൽ അത് ഇട്ടിട്ടാണ് കഴിക്കണേ. അങ്ങനെ ഞങ്ങളത് കഴിച്ച് തീരുമ്പോഴത്തേക്കും ഹനിയുടെ ഫ്രണ്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ മീറ്റ് ചെയ്തു. അപ്പോൾ അവരെ കണ്ട സന്തോഷത്തിലാണ് ഹനി. അങ്ങനെ ഞങ്ങൾ ചാട്ടൊക്കെ കഴിച്ച് തീർന്നപ്പോഴത്തേക്കും കല്യാണ പെണ്ണ് വരുന്നുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ടത് പെണ്ണ് വരനെ റിസീവ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നതാണ്. ഇനിയാണ് കല്യാണം നടക്കാൻ പോകുന്നത്. ഇതാണ് കല്യാണം നടക്കാൻ പോകുന്ന സ്റ്റേജ്. ഇപ്പോൾ കല്യാണ പെണ്ണ് അവിടുന്ന് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഈ സ്റ്റേജിലാണ് ഇനി കല്യാണം നടക്കേണ്ടത്. പെണ്ണ് റെഡിയായി സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവരുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണ ചെറുക്കൻ വന്ന് കൈ പിടിച്ചിട്ടാണ് പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നത്. അങ്ങനെ ചെറുക്കൻ വരേണ്ട പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ചെറുക്കൻ പെണ്ണിൻ്റെ കൈ പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുക സ്റ്റേജിലേക്ക്. അങ്ങനെ ചെറുക്കനും പെണ്ണും കൂടി ഒരുമിച്ച് കൈയും പിടിച്ച് സ്റ്റേജിലേക്ക് കയറുകയാണ്. അപ്പോൾ പുറകിലുള്ളത് ബ്രൈഡിൻ്റെ ചേട്ടനാണ്. അങ്ങനെ കല്യാണത്തിനുള്ള സമയമായി. ഇവർ പക്ഷേ ആക്ച്വലി വെഡിങ് കാർഡിൽ പറഞ്ഞ സമയത്തൊന്നും അല്ല മാരേജ് നടക്കുന്നത്. അപ്പോൾ ഇവരുടെ വെഡിങ് കാർഡ് പ്രകാരം ഉച്ചയ്ക്ക് 12:30ക്കാണ് വിദായി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിപ്പോൾ കുറേ ലേറ്റായി. ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണിയൊക്കെ ആവാറായി.
वीडियो बनाने में लगे हुए हैं। അങ്ങനത്തെ കല്യാണമായി നമ്മുടെ മധുരത്തിൽ തന്നെ പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിലിട്ടിട്ടാണ് ഇവരുടെയും കൾച്ചറ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണേ. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഞങ്ങൾ ലേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ഏതാണ്ട് 3 മണിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ലഞ്ച് ഹാളിലേക്ക് പോവാണ് കഴിക്കാൻ വേണ്ടി. ഇതാണ് സിയ വാട്ടിക്കലത്തെ ലഞ്ച് ഹാൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഭക്ഷണം എന്നൊക്കെ നോക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ സാലഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവർ സാലഡ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് രസഗുള, കാജു ബർഫി, കാജു കട്ട്ലി, അങ്ങനെ കുറച്ച് സ്വീറ്റ്സും സാലഡ്സിൻ്റെ ഗുലാബ് ജാമുൻ അതൊക്കെ സാലഡ്സിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ എല്ലായിടത്തും കണ്ടത് സ്വീറ്റ്സ് ഏറ്റവും ലാസ്റ്റിലാണ്. ഇനി നമുക്ക് ഫുഡ് സെക്ഷനിൽ പോകാം. സബ്ജി ഉണ്ട്, പക്കോടയുണ്ട്, ചന്ന മസാലയുണ്ട്, റൈസ് ഉണ്ട്, ദാലുണ്ട്, ദാൽ മഖിനി, പനീർ ബട്ടർ മസാല, റൊട്ടി, ബ്രെഡ് ഐറ്റംസ് കുറച്ചുണ്ട്, പിന്നെ ദാൽ ഫ്രൈ ഉണ്ട്, റേത്ത ഉണ്ട്, പുലാവുണ്ട്, പിന്നെ കോഫിയും ചായയും നോർമൽ വെള്ളം. ഇത് ഗാജർ ഹൽവ, ക്യാരറ്റ് ഹൽവയാണ്. ക്യാരറ്റ് ഹൽവയും ഗുലാബ് ജാമുനും, പിന്നെ ഇത് ഐസ്ക്രീമുണ്ട്, പിന്നെ മിനറൽ വാട്ടർ ബോട്ടിലുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹനിക്ക് ഐസ്ക്രീം വേണം. ഹനിയാണെങ്കിൽ ഭക്ഷണം കുറച്ച് കഴിച്ചുള്ളൂ. കാരണം ചാട്ട് കഴിച്ചിട്ട് തന്നെ ഓൾമോസ്റ്റ് ഹനിയുടെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഹനി ഒരു കുഞ്ഞു കഷ്ണം നാനും ഇത്തിരി പനീർ ബട്ടർ മസാലയും മാത്രമാണ് കഴിച്ചത്. എന്നിട്ട് ഹനി ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. പക്ഷേ ഐസ്ക്രീം ഒരു 3 കപ്പ് കഴിച്ചു അങ്ങനെയുള്ളത്. അങ്ങനെ ഞങ്ങളതേ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും ഹനിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടി അവൻ്റെ കൂടെ കളിച്ചു. പിന്നെ കുറച്ച് സമയം ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് മണ്ഡപത്തിലിരുന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോൾ സ്റ്റേജിൽ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആസ് യൂഷ്വൽ. പിന്നെ അവിടെ എല്ലാ നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്ങിൻ്റെയും മണ്ഡപത്തിലുണ്ടാകുന്ന പോലെ കുറച്ച് ഭംഗിയുള്ള ഡെക്കറേഷൻസും ഫോട്ടോ പോയിൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാണ്ടിരിക്കുന്നത് എങ്ങനെയല്ലേ. അങ്ങനെ ഞങ്ങൾ ഹനിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ ഫോട്ടോ പോയിൻറ്റ്സിലൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 4:30, 5 o'clock അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. പോകുന്നതിന് മുമ്പ് ഹനിക്ക് ഒന്നും കൂടി ഓറഞ്ച് ജ്യൂസ് കഴിക്കണം എന്നാഗ്രഹം. പക്ഷേ ആ ഓറഞ്ച് ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓറഞ്ച് ജ്യൂസ് കഴിക്കാൻ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് സ്പ്രൈറ്റ് കണ്ടിട്ട് സ്പ്രൈറ്റാണ് വേണ്ടത്. അങ്ങനെ ഞങ്ങളത് സ്പ്രൈറ്റും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവരുടെ കൂടെ ഇവരുടെ കാറിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ വർഷം ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന 2ാമത്തെ നോർത്ത് ഇന്ത്യൻ വെഡ്ഡിംഗ് ആണിത്. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു 3 വെഡ്ഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതേപോലെ വളരെ എക്സ്ട്രാവാഗൻ്റായ ബിഗ് ഫാറ്റ് വെഡ്ഡിങ് തന്നെയായിരുന്നു. അപ്പോൾ ഇവരുടെ വെഡ്ഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഫെസ്റ്റിവിറ്റീൻ്റെ മാക്സിമം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്ത എല്ലാ വെഡ്ഡിങ്സും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.